മനുഷ്യൻ എവിടെയും ഏകാന്തനാണ്. ജനിച്ചത് മുതൽ മനുഷ്യൻ ഏകാന്തനാണെന്ന് പല തത്വചിന്തകരും പറഞ്ഞിട്ടുണ്ട്. ഈ വർത്തമാനകാലത്ത് ഈ ഡിജിറ്റൽ യുഗത്തിൽ ആ ഏകാന്തത വളരെ കൂടുതലാവുന്നു പലർക്കും എന്നുള്ളതാണ് സത്യം. ഒരു ഫോണോ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം കൺമുന്നിൽ വരുന്നത് കൊണ്ട് തന്നെ വൈകാരികമായ ബന്ധങ്ങളിൽ നിന്ന് നമ്മൾ പലപ്പോഴും അകന്നു പോകുന്നു എന്നത് വളരെ സത്യമാണ്. ഇന്ന് ഈ ഡിജിറ്റൽ യുഗത്തിൽ അതിൻ്റെതായ ഗുണങ്ങളുണ്ടെങ്കിലും ദോഷങ്ങളാണ് ഒരുപാടുള്ളത്. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകുന്നു. എന്തിനും ഒരു പരിഹാരം കണ്ടെത്തുന്ന ചില നാടുകളുണ്ട്. ഈ ലോകത്തെ എന്ത് നെഗറ്റീവായ കാര്യങ്ങൾക്കും പോസിറ്റീവായ ഒരു മാറ്റം കൊണ്ടുവരുന്ന ചില നാടുകളുണ്ട്. ചൈനയും ജപ്പാനും ഒക്കെ അങ്ങനെയാണ്. അവർ പ്രതികൂലമായ ചില വർത്തമാനകാല സാഹചര്യങ്ങളെ എങ്ങനെ അനുകൂലമാക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് അവിടെ. റീലുകളുടെയും ഫോട്ടോകളുടെയും മറ്റുമൊക്കെ സ്വാധീനത്തിൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ അർമാദിക്കുകയാണ്. എന്നാൽ ഈ ഡിജിറ്റൽ ലോകത്തിനപ്പുറം സംഭവിക്കുന്നത് നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് ചുറ്റുപാടും കാണുന്നതിനേക്കാൾ എത്രയോ വളരെ കൂടുതലാണ്. ആളുകൾ ഓൺലൈനിൽ പലപ്പോഴും ബന്ധങ്ങൾ നിലനിർത്തുന്നു. എന്നാൽ അത്തരം ബന്ധങ്ങളെ വൈകാരികമായ കുറവ് ആ ബന്ധങ്ങൾക്കുണ്ട്. നൂറുകണക്കിന് സുഹൃത്തുക്കൾ ഓൺലൈനിൽ ഉണ്ടായിട്ടും ഒരാൾക്ക് സത്യസന്ധനും ആത്മാർത്ഥതയുള്ളതുമായ ഒരു കൂട്ടുകാരന് ലഭിക്കാൻ പാടാണ്. മിക്ക ആളുകൾക്കും ആ വൈകാരിക ബന്ധമെന്നില്ല. അതുകൊണ്ട് തന്നെ അവർ എന്നത്തേക്കാളും ഏകാന്തത അനുഭവിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഷാങ്ഹായ്, ഹാങ്ഷൗ, ഷെങ്യാങ് തുടങ്ങിയ ചൈനീസ് നഗരങ്ങളിൽ സിറ്റി റൈഡുകൾ എന്ന ഒരു പുതിയ പ്രതിഭാസം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ സിറ്റി റൈഡ് എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഏകാന്തത അനുഭവിക്കുന്ന ചൈനീസ് യുവതികൾ വളരെ ആഡംബര കാറുകളുള്ള ചില അപരിചിതരായ യുവാക്കളുമായി സൗഹൃദം പങ്കിടുകയും ഹൃദയം പങ്കുവയ്ക്കുകയും ചെയ്യാനുള്ള ഒരു പ്രവണത വളരെ കൂടുതലാണ്. അതാണ് ഈ സിറ്റി റൈഡ്. അതിശയിപ്പിക്കുന്ന കാര്യം, ഇത്തരം അപരിചിതരായ ആളുകളെ അവർ നിയമിക്കുന്നത് ശാരീരികമായ ഡേറ്റിങ്ങിന് വേണ്ടിയോ സെക്സിന് വേണ്ടിയോ അല്ല എന്നതാണ്. സ്ത്രീകൾക്ക് അവരുടെ ഹൃദയം അവരുമായി പങ്കിടാൻ വേണ്ടിയാണ്. അതിനവർ ആ അപരിചിതർക്ക് പണവും നൽകുന്നു. ശരിയാണ്, നിങ്ങൾ കേട്ടത് വളരെ ശരിയാണ്. സ്ത്രീകളെ അവർ പറയുന്നത് കേൾക്കാനും അതിന് മറുപടി പറയാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും ആരെങ്കിലുമൊക്കെ ഉള്ളത് അവർക്ക് വളരെ സന്തോഷമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ അവർക്ക് പണം നൽകുന്നത്. പാസഞ്ചർ എങ്കിൽ എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു പുരുഷൻ വെറും 88 യുവാൻ, ഇന്ത്യൻ രൂപയിൽ നോക്കിയാൽ 750 രൂപ, ഒരു ആഡംബര യാത്ര വാഗ്ദാനം ചെയ്തതിന് ശേഷമാണ് ഈ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടത്. അത് വൈറലുമായി. ഒരു മൂത്ത സഹോദരനെയോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെയുമൊക്കെ നമുക്ക് പല കാര്യങ്ങൾക്കും പിന്തുണ ആവശ്യമാണ്, അല്ലേ? പല കാര്യങ്ങൾക്കും പിന്തുണ ആവശ്യമാണ്. നമ്മൾ പറയുന്നതൊക്കെ അവർ കേൾക്കുകയും അതിന് ഉചിതമായ മറുപടി തരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. അത് തന്നെയാണ് ഈ ചൈനീസ് യുവതികൾ അർത്ഥമാക്കുന്നത്. ലെമൺ കാർ എന്നൊരു മറ്റൊരു വ്യക്തി തൻ്റെ ഫെറാറിയിൽ അരമണിക്കൂർ യാത്രയ്ക്ക് 99 യുവാൻ ഈടാക്കുമെന്ന ഒരു വാഗ്ദാനത്തിന് ശേഷമാണ് അദ്ദേഹം ശ്രദ്ധാകേന്ദ്രമായത്. ജോലി സമ്മർദ്ദം, ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നിവ മുതൽ പെൺകുട്ടികൾക്ക് എന്തിനെക്കുറിച്ചും ഇവരോട് തുറന്നു പറയാം. ഈ നഗര റൈഡർമാർ തടസ്സമില്ലാതെ അവരുടെ വാക്കുകൾ കേൾക്കുകയും സാന്ത്വനിപ്പിക്കുകയും മറുപടി പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ റൈഡർമാർക്ക് നല്ല ആഡംബര വാഹനങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. രസകരമായ കാര്യം എന്തെന്നാൽ, ഈ വൈകാരികമായ ഈ ഒരു സേവനം പലർക്കും പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഈ സേവനത്തെക്കുറിച്ചുള്ള തൻ്റെ ഫീഡ്ബാക്കിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്ത്രീ തൻ്റെ ഹൃദയവേദന എന്ന് ഉദ്ദേശിക്കുന്നത് വൈകാരികമായ നേട്ടം, അതിനെക്കുറിച്ച് സംസാരിച്ചതിന് ശേഷം തനിക്ക് ഭാരം കുറഞ്ഞതായി തോന്നിയതായി വെളിപ്പെടുത്തി. അവൾ അവൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു. ആ പുരുഷൻ അവളെ കാർക്കശ്യത്തോടുകൂടി വിധിക്കുകയോ അവളുടെ വികാരങ്ങളിൽ ഭയം തോന്നുകയോ ചെയ്യുന്നതിന് പകരം അവൾക്ക് ആശ്വാസവും ശരിയായ വാക്കുകളും നൽകി. അത് അവളെ സുഖപ്പെടുത്തുകയും മുന്നോട്ട് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ചില സേവനങ്ങൾ, ഈ വൈകാരികമായ സേവനത്തെ പ്രശംസിക്കുമ്പോൾ മറ്റുള്ളവർ അതിൻ്റെ സുരക്ഷയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത്തരം സജ്ജീകരണങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷിതമാണോ അതോ ദുരുദ്ദേശമുള്ളവർക്ക് ചൂഷണം ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയാണ് വിമർശകർ പറയുന്നത്. ഈ വൈകാരികമായ ടാക്സി യാത്രകൾ സുരക്ഷിതമായി തുടരാൻ കഴിയുമോ അതോ അവ മറിഞ്ഞിരിക്കുന്ന അപകട സാധ്യതകൾ കൂടി വഹിക്കുന്നുണ്ടോ എന്നും ചിലർക്ക് സംശയമുണ്ട്. ഈ സിറ്റി റൈഡേഴ്സ് പ്രവണത സുരക്ഷിതമാണോ അല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ ഇന്നത്തെ ലോകത്തിൻ്റെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെയാണ് ഇത് ഊന്നി പറയുന്നത്. അത് ഏകാന്തതയിൽ നിന്ന് നിശബ്ദമായി നിലവിളിക്കുകയും ആഴമേറിയതും അർത്ഥവത്തായതുമായ വൈകാരിക ബന്ധത്തിനായി ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സേവനമാണ്.
അതിൻ്റെ പോസിറ്റീവായ അർത്ഥത്തിൽ അതിനെ നോക്കി കണ്ടാൽ അത് വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ ചൂഷണം ചെയ്യുന്നവരും ലോകത്തുണ്ട് എന്നത് അവരവർ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ്.